DA കുടിശ്ശിക ആവശ്യപ്പെട്ട് IAS ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. 4% DA ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും കത്തിന്റെ പകർപ്പ് കൈമാറി. ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഈ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് IAS അസോസിയേഷൻ വ്യക്തമാക്കുന്നത്? സംസ്ഥാനത്ത് കഴിഞ്ഞ 7 മാസമായി IAS ഉദ്യോഗസ്ഥരുടെ DA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ നൽകുന്നില്ല. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് IAS അസോസിയേഷൻ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. കത്തിന്റെ കോപ്പി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് IAS അസോസിയേഷൻ വിശദീകരണം നൽകുന്നത്. മറ്റ് സർക്കാർ ജീവനക്കാർക്ക് ഏതാണ്ട് 4% ക്ഷമാപത്ത് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 21%മാണ് സംസ്ഥാനത്ത് ഇതുവരെയായിട്ടും DA കുടിശ്ശിക മുടങ്ങിക്കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 13,000 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും DA ഇനത്തിൽ വിതരണം ചെയ്യാനുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ധനവകുപ്പ് മന്ത്രിയുടെ ഭാര്യ ഉൾപ്പെടെ DA വേണമെന്ന് അല്ലെങ്കിൽ DA നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലായിട്ട് തന്നെ സർവീസ് അസോസിയേഷനുകളോടും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരോടും പറയുന്ന പല്ലവി എന്ന് പറയുന്നത് സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ DA അലവൻസ് നൽകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നവംബർ 2023 ഡിസംബറോടുകൂടി ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കേസ് നടന്നിരുന്നു. ആ കേസ് ഇത്തരത്തിൽ DA നൽകാത്തതിൽ ട്രൈബ്യൂണൽ എന്തിന് ഇടപെടുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ട്രൈബ്യൂണലിലെ ഹർജിയിൽ അറിയിച്ചിരുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനി ഇങ്ങനെ ഒരു അവസരം DA മുടങ്ങുന്നതിന് ക്ഷാമബത്ത് മുടങ്ങുന്ന ഒരു അവസരം വരികയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും രൂക്ഷം ധനപ്രതിസന്ധിയാണെന്നൊരു വിശദീകരണം ഉണ്ടാകരുത് എന്ന് കർശനമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശം പോലും അനുസരിക്കാത്തൊരു സാഹചര്യത്തിലാണ് IAS ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ DA 4% വർദ്ധിപ്പിക്കണം, മുടങ്ങിക്കിടക്കുന്ന 7 മാസമായി മുടങ്ങിക്കിടക്കുന്ന DA നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ കത്ത് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ബജറ്റിലും കാര്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സംസ്ഥാനം ഇനി വരുന്ന സാമ്പത്തിക വർഷം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആശങ്കയിലാണ് സംസ്ഥാനത്തെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇത്തരത്തിൽ DA വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. KP